ഹലോ ഹായ് മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എൻ്റെ കറി ആയിട്ടൊന്ന് ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ടൊരു ചാറ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 4-5 വെണ്ടയ്ക്ക, ഒരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സപ്പോള എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കപ്പുളി ആണോ ചോദിച്ചാൽ വെണ്ടയ്ക്കപ്പുളിയല്ല, വെണ്ടയ്ക്ക വെച്ചിട്ടൊരു വറുത്തരച്ചൊരു കൂട്ടാനാണ് കേട്ടോ. വെണ്ടയ്ക്കപ്പുളി വെക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നൊരു വെണ്ടയ്ക്ക കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ വെണ്ടയ്ക്കൊന്ന് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സവോളൻ്റെയും പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇടാം കേട്ടോ. ഞാനിത് വഴറ്റുമ്പോൾ ഞാൻ ഇടാൻ മറന്നുപോയി. വെണ്ടയ്ക്കൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് മാറ്റിയിട്ട് നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട. ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറാനായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക വഴറ്റി അതേ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, നമ്മുടെ സാദാ ജീരകം ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ചെറുകി വെച്ചതും കൂടി, കുറച്ച് കഷ്ണങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ടായിരുന്നു, പച്ചമുളകൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇതിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ടാണ്. തേങ്ങ കൂട്ടിയിട്ട് തന്നെ നമ്മൾ അതും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ കറി വയ്ക്കാനൊരു ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഞാൻ 2 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തു. 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് പുളി മതി കേട്ടോ. വെണ്ടയ്ക്കപ്പുളിയല്ല, വെണ്ടയ്ക്ക കൊണ്ടൊരു ചാറ് കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ. ഞാനിവിടെ കുറച്ച് അത്യാവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പുളി വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പുളിവെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയ വെണ്ടയ്ക്ക് സവോളയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ തക്കാളി ഇടാം കേട്ടോ. ഞാനിതിൽ തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി കൂടി ഇടുമ്പോൾ ചിലപ്പോൾ പുളി ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. നമ്മൾ തേങ്ങയൊക്കെ വറുത്തതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക് ആവശ്യത്തിന് വെന്ത് വന്നപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിൽ അരച്ച് വെച്ച അരപ്പ്. ഇതൊന്ന് കുറുക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാനിത് കുറച്ച് ചാറ് പോലെയാണ് വെച്ചിരിക്കുന്നത്. കുറുക്കി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറുക്കിയാലും ഇങ്ങനെ വെച്ചാലും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ കറി വെക്കാൻ സിമ്പിളാണ് കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് വെക്കാം. കറി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കറി വെന്ത് വന്നിട്ട് നമുക്ക്
ഒന്ന് നന്നായി സെറ്റായി വരട്ടെ. തേങ്ങയും കഷ്ണങ്ങളും എല്ലാം കൂടി തിളച്ചൊന്ന് സെറ്റായി വരുന്നവരെ നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കറിയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.